എനിക്ക് വിശന്ന ഭക്ഷണം തരാൻ പോലും ആരുമില്ല. ഹായ്, ചിപ്സ്. സംഗതി കൊള്ളാലോ. കംപ്ലൈന്റ് പറഞ്ഞ ചിപ്സ് കിട്ടൂലേ? ശരിക്കും ഒരാൾ കംപ്ലൈന്റ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ഫ്രൈഡ് ചിപ്സ് ഉണ്ടായത്. എങ്ങനെയാണെന്നറിയോ? 1853 ന്യൂയോർക്കിലെ സാരട്ടോഗ സ്പ്രിങ്സില് ഒരു റെസ്റ്റോറന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഷെഫ് ജോർജ് സ്പെക്. പുള്ളിയുടെ മെനുവില് ഒരു ഐറ്റം ആയിരുന്നു ഫ്രൈഡ് പൊട്ടാറ്റോസ്. ഒരു ദിവസം ആ റെസ്റ്റോറന്റിൽ ഒരു കസ്റ്റമർ വന്നിട്ട് ഈ ഫ്രൈഡ് പൊട്ടാറ്റോസ് ഓർഡർ ചെയ്തു. ഭക്ഷണം ടേബിളിൽ എത്തി. പക്ഷെ പുള്ളിക്കാരൻ അതിനെ തിരിച്ചയച്ചു. കംപ്ലൈന്റ് പറഞ്ഞത് ഭയങ്കര തിക്കാണ് പൊട്ടാറ്റോസ്. ഫിക്സ് ചെയ്തു. വീണ്ടും ടേബിളിൽ സാധനം എത്തി. അപ്പൊ പറഞ്ഞു ഭയങ്കര സോഗിയാണ്. വീണ്ടും തിരിച്ചയച്ചു. പിന്നെയും ഫിക്സ് ചെയ്ത് വന്നു. അപ്പൊ പറഞ്ഞു ഭയങ്കര ഓയിലിയാണ്. ഇതൊക്കെ കൂടെ കേട്ടപ്പോ നമ്മുടെ ഷെഫ് സ്പെക്കിന്റെ കൈയെന്ന് പോയി. പുള്ളി വിചാരിച്ചു ശരിയാക്കി തരാം. തിക്കാണല്ലേ? പുള്ളി അതിനെ വേഫർ തിന്നാക്കി. സോഗിയാണല്ലേ? നല്ല ക്രിസ്പി സോൾട്ട് അതിന്റെ മേലെ ഇട്ടു. ഓയിലി ആണല്ലേ? അതിനെ നല്ല അസലായിട്ട് ഡീപ് ഫ്രൈ ചെയ്തു. എന്നിട്ട് സാധനം വീണ്ടും ടേബിളിൽ എത്തിച്ചു. പക്ഷേ ഇവിടെയാണ് നമ്മുടെ കഥയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് വരുന്നത്. ഈ ഫ്രൈഡ് പൊട്ടാറ്റോസ് കഴിച്ച കസ്റ്റമർ അങ്ങ് ഫ്ലാറ്റ് ആയി പോയി. ഈ പൊട്ടാറ്റോ ചിപ്സ് US-ലെ തന്നെ ഒരു പ്രതിഭാസമായിട്ട് മാറി. മെല്ലെ ലോകം മൊത്തവും. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായ മുതലാണ് ദേവൻ. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്കൊരു ക്രിറ്റിസിസം കിട്ടുമ്പോ ഡിഫെൻസീവ് ആവാതെ ഒന്ന് ഡിഫറെന്റ് ആയി ചിന്തിച്ചു തുടങ്ങാം. കാരണം നെക്സ്റ്റ് ടൈം നമുക്കും പറയാൻ ഇതുപോലൊരു ക്രിസ്പി സ്റ്റോറി ഉണ്ടായാലോ. ഈ ലേസ് കമ്പനിക്കാരോട് എത്ര കാലമായി ഇതിന്റെ ഉള്ളത്തെ എയറിന്റെ കാര്യം കംപ്ലൈന്റ് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതില് ഒരു മാറ്റവും വന്നിട്ടില്ല.